ആ മുറി തന്നെയാണ് ഇതുവരെ കിടന്നുറങ്ങിയതെങ്കിലും ഇന്നങ്ങോട്ട് ചെല്ലുമ്പോ വല്ലാത്തൊരു നാണം, ഒരു പരിഭ്രമം. ഷടാ, ഇവള് വരുന്നൂലല്ലോ. ഫസ്റ്റ് നൈറ്റിന് പ്രത്യേക ചോദ്യങ്ങളൊക്കെ ഉണ്ടോ? വല്ലാത്തൊരു വിറയില്. ACPയുടെ മുഖത്ത് ഇന്ന് നോക്കാനൊരു നാണം. എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് കൊന്നു കളഞ്ഞാലോ? എന്റെ മധുവിധ രാത്രി ഞാനിന്ന് കലക്കും. ഒരു പൂവിനെ നിശാശം തൊട്ടുവട്ടും നീലാപ്പൊളിരും ഒന്നു ചേരും നേരമായി പനിനീരിൽ നനഞ്ഞ രാത്രിയേ ഈ മീനാക്ഷി എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇവക്ക് നാണമാണോ? ടൈം വെറുതെ വേസ്റ്റ് ആക്കുകയാണല്ലോ. ഈ ACP എന്താ ഒന്നും മിണ്ടാത്തത്? ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് സൈലന്റ് മോഡിലാണോ? അതെ. പെയ്തു തോറും മാവഴയായി പൊന്നിനാവും. ഞാനേ ക്രിമിനൽസിനെ വിറപ്പിക്കുന്ന പോലീസൊക്കെ തന്നെ. പക്ഷെ ഈ രാത്രിയിൽ എൻ്റെ തൊണ്ട വരളുന്നു. എന്നാ പിന്നെ ഈ പാല് വേഗം കുടിച്ചു. ഏയ്, ഒറ്റവലിക്ക് മടമടാന്ന് കുടിച്ചേക്കരുത്. അതില് 50 എനിക്കാ. അയ്യോ, ഓർമ്മിപ്പിച്ചത് നന്നായി. അല്ലെങ്കിൽ വെപ്രാളത്തില് ഞാനിത് മുഴുവൻ കുടിച്ചേനെ. മാഞ്ഞുപോകും മഞ്ഞണിത്തിങ്കളി സൂര്യപരാഗം പുതിരുമ്പോ ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ച് ഒരേ മുറിയിൽ കിടന്നുറങ്ങി. എന്നിട്ടും ഇത്രയും നാണവും പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ. അതാ ഈ പ്രേമത്തിന്റെ ഒരു ത്രില്ല്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മള് 18-ാം നൂറ്റാണ്ടിലെ കാമുകി കാമുകന്മാരെ പോലെ നാണിച്ച് 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 ചിരിച്ച്. അതെ, വെളുക്കം വരെ അന്യോന്യം നോക്കി മിണ്ടാതെ ഇരിക്കും. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. എനിക്ക് ഭ്രാന്തുണ്ട്, പ്രണയഭ്രാന്ത്.
നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. ഒരു സുഖമറവിയിലുരുകുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ. തോഴി ഒരു നോവ് പോലെരിയും നിതാ തിരി. ഏതോ കിനാവിൽ നിറയുന്നിതിൻ മിഴി. മറന്നു ഞാൻ നിന്നെയും പ്രിയേ. ഒഴുകിയലകൾ നിലാവ് അസ്തമിക്കുന്നത് വരെ നമ്മൾ ഉറങ്ങാതെ പരസ്പരം നോക്കി വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷചഷകം സ്മൃതികളാൽ നിറയുമെവിടെ. ഓരോ വിജനവനിയും നിറയെ. ഞാൻ ഒഥല്ലോയും നീ ഡെസ്റ്റിമോണെ ആയല്ലോ. വേണ്ട വേണ്ട, മൂപ്പരെ കാപ്പിരിയ ആ ഒഥല്ലോ. എന്നെ സംശയിച്ചാലോ? പോരാത്തതിന് ഒത്തിരി ഈഗോമാര് ഇതിനകത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ട്. പിന്നെ ആരാവും? ആന്റണി ആൻഡ് ക്ലിയോപാട്ര? അതൊന്നും വേണ്ട. പ്രാണനലയുമിതുപോൽ പലയുഗം വിവശമായി. രാവിൻ സജലമിഴികൾ പിടയും വിഫലമായി. ശലഭങ്ങളായു വേണ്ട, നമുക്കേ കാർത്തിക്കും മീനാക്ഷിയും മാത്രം ആയാ മതി. അഗാധമീ ഹൃദന്തമോ പ്രിയ നിറയേ. ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ. അയ്യോ അയ്യോ എനിക്ക് വയ്യേ. അയ്യോ എനിക്ക് വയറുവേദന എടുക്കുന്നു. ആരുമില്ല ഇവിടെ. ഒന്ന് ഓടി വാ, എനിക്ക് വയറുവേദന എടുക്കുന്നു. അയ്യോ ആരുമില്ല ഇവിടെ. ഇവരാരും എന്താ വരാത്ത? അയ്യോ ഞാനിപ്പോ ചത്തുപോവേ. ആരെങ്കിലും ഒന്ന് ഓടി വാ. എന്താ പറ്റിയ നിനക്ക്? അയ്യോ എനിക്ക് വയ്യ. അയ്യോ എന്താ മൈഥിലി പറ്റിയെ? എന്താ എന്താ കാര്യം? എന്താന്ന് അറിയില്ല അമ്മ. ഞങ്ങൾ വരുമ്പോ നിന്ന് കരയാ. അയ്യോ എനിക്ക് വയറുവേദന എടുക്കുന്നേ. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. എനിക്ക് ഭൂമിയിൽ ആരുമില്ലേ. കരയാതടി, പിള്ളേര് മുറിയിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ. നിനക്കിപ്പോ എന്താ പ്രശ്നം? വയറുവേദനയാണെന്ന്. ഇവള് പകല് വയറുവേദനയാന്ന് പറഞ്ഞോണ്ട് നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും. അയ്യോ ഈ വയറുവേദന കൊണ്ട് ഞാൻ ചത്തുപോകും. വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വന്നതാ. ശ്ശോ. ആരെയും ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് വന്നതാ. മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാ. അയ്യോ എനിക്ക് വയ്യേ. ഇനി എന്ത് ചെയ്യും നന്ദിനി? ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേ പറ്റൂ അമ്മേ, അല്ലാതെ രക്ഷയില്ല. എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അതിനിപ്പോ ആര് കൊണ്ടുപോകും? രാമഭദ്രൻ സ്ഥലത്തില്ല, ജഗദീഷാണെ കമ്പനിയിലുവാ. അയ്യോ എനിക്ക് വയറുവേദന. എനിക്ക് വയ്യേ. അയ്യോ എനിക്ക് വയ്യേ. ഞാൻ ചത്തുപോവേ. ഇവളിവിടെ കിടന്ന് ചത്ത നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഒരു കാര്യം ചെയ്യാം, ഞാൻ കാർത്തികിനെ വിളിക്കാം. വേണ്ട വേണ്ട, അവരെ ശല്യപ്പെടുത്തണ്ട. അല്ലാതെ വേറെ മാർഗമില്ല. എടുത്തി
വയറുവേനുണ്ട്, ഞാനിപ്പോ ചാവേ. ഛേ, ഇത് വലിയ ശല്യായല്ലോ. അയ്യോ. മോളെ നന്ദിനി, ഇവക്കോല ദഹനക്കേടുമായിരിക്കും. ഇച്ചിരി ഇഞ്ചിയും പഞ്ചസാരയും മിക്സിയിൽ അടിച്ചു കൊടുക്ക്, അല്ലെങ്കിൽ ജാതിക്ക അരച്ചു കൊടുക്ക്. ശരി അച്ഛാ. അയ്യോ, അതൊന്നും വേണ്ട. അതൊക്കെ ഞാൻ കഴിച്ചതാ. അതൊന്നും കൊണ്ട് ഒരു രക്ഷയില്ല. എന്റെ വയറേ, എനിക്ക് ആശുപത്രി പോയാൽ പറ്റൂ. എനിക്ക് വയ്യ. അയ്യോ. അയ്യോ മൈഥിലി. മരണം വരെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവണം നീ, എന്റെ മീനാക്ഷി. നിനക്ക് പകരമാവാൻ മറ്റാർക്കും സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ പേരാ പ്രണയം. ഇനി എന്റെ മീനാക്ഷിയും ഞാനും. അകലെ എന്നാൽ അരികിൽ നാം, അരികിൽ എന്നാൽ അകലെ നാം. ഇളനിലാവിൻ കുളിരുമായി യാമക്കിളികൾ രഹസ്യരാവിൽ കുറുകുന്നതെന്താണോ, ഉണരും ഉന്മാദമെന്താണോ നിലവിൽ നിറമാനമേ. മോനെ കാർത്തൊന്ന് എഴുന്നേറ്റേ. മോനെ കാർത്തി. മോനെ കാർത്തി. ആരാത്? ആ മാലതി ചെറിയമ്മയുടെ ശബ്ദം. മീനാക്ഷി. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. മീനാക്ഷി. ഞാൻ വാതിൽ തുറക്കാം. മോനെ കാർത്തി. കാർത്തി. മോനെ കാർത്തി തുറക്ക്. എടാ, തുറക്കടാ. മീനാക്ഷി. എന്താ എന്താ പ്രശ്നം? അതെ, താഴെ മൈഥിലി വീണ് കിടക്കാം. ഒന്ന് വേഗം വാ. അവള് പിന്നെ വിഷം അടിച്ചോ? ഇത് വിഷം അടിച്ചൊന്നും അല്ല, വീണ് കിടക്കുവാ. കാഞ്ഞു പോകുന്ന തോന്നുന്നേ. ഒന്ന് വേഗം വാടാ. വാ. എനിക്ക് വയ്യായേ, ഞാൻ മരിച്ചു പോവേ. അയ്യോ. ഇങ്ങനെ കിടന്ന് അലറാതെടി, എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അയ്യോ, എനിക്ക് ഈ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാത്തെ. അത് പിന്നെ സത്യല്ലേ? നിനക്ക് ആരും ഇല്ലാതെ വന്നതിന് ഞങ്ങളാണോ കുറ്റക്കാര്? അത് കൊള്ളാലോ. ആരും ഇല്ലാതായി പോയതേ അവരവരുടെ കയ്യിലിരിപ്പോണ്ട. അയ്യോ. ഇത്തരം അസുഖങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഇതിനൊക്കെ ചില പ്രാചീന മരുന്നുകൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അയ്യോ. എന്താ എന്താ പ്രശ്നം? അവൾക്ക് വയറുവേദന എന്നാ പറയുന്നേ. വെറുതെ പറയുന്നതല്ല, സത്യമായിട്ടും വയ്യഞ്ഞിട്ടാ കാർത്തി. അയ്യോ. അയ്യോ. കല്യാണ ദിവസം അല്ലായിരുന്നോ? ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട പോലെ നേരം വെളുക്കുന്ന മുതല് വൈകുന്നേരം വരെ വലിച്ചു വാരി തിന്നിട്ടുണ്ടാവും. ഒരസുഖം വന്നെന്ന് കരുതി ഇങ്ങനെ കളിയാക്കല്ലേ കാർത്തി. അയ്യോ കാർത്തി. അയ്യോ. നീ എന്തിനാ അതിനെ കാർത്തി കാർത്തി എന്ന് വിളിക്കുന്നത്? അതെ, ആ വഴി വഞ്ചി തടയാൻ നിൽക്കണ്ട കേട്ടോ. ഭയങ്കര കാറ്റും മഴയുവാ. ആരെങ്കിലും ഇവിടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇവിടെ കാർത്തികല്ലാതെ മറ്റാരും ഇല്ലല്ലോ. കാർത്തിക്കിന് അതിനൊന്നും നേരമില്ല മാലതി. നിന്റെ ആ വേല ആർക്കും ഇവിടെ മനസ്സിലാവില്ലെന്ന് കരുതരുത്. ഒരാൾക്കൊരു അസുഖം വന്നാ നിനക്ക് ഇവളോട് അത്രയ്ക്ക് സഹതാപാണെങ്കിലേ നീ ഒരു ഓട്ടോ വിളിച്ച് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇടക്കാല നാത്തൂനല്ലായിരുന്നോ? മനുഷ്യരായ കുറച്ച് മനുഷ്യത്വമൊക്കെ വേണം. അയ്യോ, ഒരു മനുഷ്യ സ്നേഹി വന്നിരിക്കുന്നു. മദർ തെരേസ ഇല്ലാത്ത കുറവ് മാലതി പണിക്കര് പരിഹരിക്കും.
അവളൊരു മനുഷ്യസ്നേഹി വന്നിരിക്കുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ മാലതിയും മൈഥിലിയും തമ്മിലുള്ള കൂട്ടുകച്ചവടം അവസാനിപ്പിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇവള് രണ്ടും കൂടെ ഈ ചെമ്പകമംഗലം നശിപ്പിക്കും. കണ്ടോ? അത് ജഗദീഷിനോടൊന്ന് പറഞ്ഞാ മതി, അവൻ തീർത്തു കൊടുത്തോളും. അയ്യോ കാർത്തി, എനിക്ക് വയ്യ കാർത്തി. കാർത്തി, എന്തായാലും പണ്ട് നിന്റെ ഭാര്യയല്ലായിരുന്നു മൈഥിലി. ആ ഒരു പരിഗണയിലെങ്കിലും നീ ഇവളെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. നിർത്തടി. കാർത്തിയുടെ ഭാര്യയായ മീനാക്ഷിയും അവന്റെ അമ്മയായ ഞാനും ഇവിടെ നിൽക്കുമ്പോ കാർത്തിയോട് കൽപ്പിക്കാൻ നീ ആരടി? ദേ ഈ ചെമ്പകമംഗലത്തെ സമാധാനത്തിൽ വിഷം കലക്കാൻ നോക്കിയാലുണ്ടല്ലോ. എന്തായാലും കാർത്തി ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇത് പറയുന്നതേ നന്ദിനിയാ. ഇവരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ. അത് തന്നെയാ ഞാനും പറയുന്നേ. ഇവളെ ജഗദീഷ് ഹോസ്പിറ്റലിൽ എത്തിക്കും. അയ്യോ, ജഗദീഷേട്ട ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. ഇനി കമ്പനിയിൽ നിന്ന് വരാൻ ഒത്തിരി സമയമെടുക്കും. ഇവളിവിടെ കിടന്ന് ഈ അഭ്യാസം കാണിച്ചു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ജഗദീഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ദേ ഇപ്പൊ ഇങ്ങോട്ട് വരും. ദേ ചെറിയച്ഛനെ വന്നെന്ന് തോന്നുന്നു. ആർക്കാ അസുഖം? ഇവക്കാണോ? അതെ മോനെ. ഇന്നത്തെ ദിവസം തന്നെ ഇവക്ക് അസുഖം വരണമെങ്കിൽ ഇവളെ മെന്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകേണ്ടത്. ഞാൻ അല്പം മുമ്പിലെ കമ്പനിയിലേക്ക് പോയത്, അപ്പോഴേക്കും വിളി വന്നു. വാ വാ പോവാ ഹോസ്പിറ്റലിലേക്ക്. നീ വാലതി, നീ വാ ഒരു കൂട്ടിന്. നിന്റെ കൂട്ടുകാരിയല്ലേ? അയ്യോ, ഞാനങ്ങ് വരുന്നില്ല. എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. നീ പോയേ പറ്റൂ. നീയല്ലേ മനുഷ്യ സ്നേഹി, മദർ തെരേസ. ചെല്ല്. ചെല്ല് ചെല്ല്, അവന്റെ കൂടെ ചെല്ല്. ഏതാപത്തിലും കൂടെ നിൽക്കണം, അതായിരിക്കണം കൂട്ടുകാരൻ. അയ്യോ, ഞാൻ വരുന്നൊന്നുമില്ല, എനിക്ക് പറ്റത്തില്ല. അയ്യോ മാലതി പോവല്ലേ. ആ എടതി, ഇവളെ പിടിച്ച് വണ്ടിയിലോട് കയറ്റ്. വല്ല സീരിയസ് കേസും ആയിരിക്കും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിലേ ഇത് തട്ടിപ്പോയാലോ. അയ്യോ വിളിച്ചോണ്ട് വാ. വാ ചെല്ലടി, നടക്ക. ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചോണ്ട് വരുന്നു? എപ്പോഴായി ക്ഷീണം തോന്നിയത്? രാവിലെ മുതൽ ക്ഷീണം ഉണ്ടായിരുന്നു. വയറുവേദന ഉണ്ടായത് എപ്പോഴാ? അരമണിക്കൂർ മുമ്പ്. ഇയാൾക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അത് തന്നെ കാര്യം. കാർത്തി മീനാക്ഷിയെ കല്യാണം കഴിച്ചത് ഇവക്കങ്ങോട്ട് ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റുന്നില്ല. ചെറുക്കനെ ചതച്ച് കണ്ട അലപലാദികളുടെ കൂടെ ഓടിപ്പോയപ്പോൾ ഓർക്കണമായിരുന്നു, ഇവൾ അനുഭവിക്കണം. എന്തായി ഡോക്ടർ? പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ബ്ലഡ് റിസൾട്ട് എല്ലാം നോർമലാ. എന്തോ മെന്റൽ സ്ട്രെസ് ഉള്ളതുപോലെ. ഏതായാലും ഒബ്സർവേഷനിൽ കിടക്കട്ടെ. ഉറങ്ങാനുള്ള ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഉറങ്ങി എണീക്കുമ്പോൾ മാറ്റം ഉണ്ടെന്ന് നോക്കാം. മാറിയാൽ രാവിലെ വിട്ടേക്കാം. ഓ, കഷ്ടകാലത്തിന് 8ന്റെ പണി കിട്ടി എനിക്കാ. വല്ല നല്ല കാലത്തിന് സമയം കളയേണ്ടതിന് പകരം ഈ രാത്രി ഈ ഏടാകൂടത്തിനും കാവലിരിക്കേണ്ടി വന്നല്ലോ എൻ്റെ ദൈവമേ. കഴുകം പറന്നു കുത്തുന്നല്ലേ കൊതുക്. ഈ ആശുപത്രി കൊതുകിനെ വളർത്തുന്നുണ്ടോ?